കയറണം, ഒരു കുന്നോടി കയറണമെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഹില്ലി ഏരിയയിലേക്ക് ഒരു യാത്ര പോകണം. നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് ഈ യാത്ര പ്ലാൻ ചെയ്യുക? 70ാമത്തെ വയസ്സിലോ അതോ 65ാമത്തെ വയസ്സിലോ? റിട്ടയർമെൻറ്റിന് ശേഷമോ? ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ കയറാൻ പറ്റും? മുട്ടിന് കൈപിടിച്ച് ഒരാളുടെ സഹായത്തോടു കൂടി അല്ലേ? നേരെ മറിച്ച് നിങ്ങളങ്ങനെ സമ്പാദിച്ച് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സെൽഫായിട്ടൊരു ആത്മവിശ്വാസം ഉണ്ടാകും. കാരണം പൈസ ഉണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ ഇന്നർ കോൺഷ്യസ്നെസ് ഒരു അംഗീകാരം തേടിക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ അസ്വസ്ഥമാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ഇറങ്ങുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും ആസ്വദിക്കാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ ആഹ്ലാദത്തിൻ്റെ തിരതലിൽ നമ്മൾ ഉണ്ടാക്കിയ സമ്പാദ്യം കൂടി ഒലിച്ചു പോകും. കാരണം ചിലരങ്ങനെ അവസാനത്തെ ഒരു അടിച്ചു പൊളിക്ക് ഇറങ്ങുമ്പോൾ ബാലൻസിങ് ഉണ്ടാവില്ല. അവിടെയാണ് ഇങ്ങനെ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു തുക മാറ്റിവെക്കുക. അതിന് വളരെ സിമ്പിളാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഫിനാൻഷ്യൽ ഫ്രീഡം അക്കൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അതിലേക്ക് നിങ്ങൾ എടുക്കാത്ത രീതിയിൽ 10% മാറ്റിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 10% നിങ്ങളൊരു ജാർ ഉണ്ടാക്കിയാൽ മതി, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ജാർ. ആ ജാറിലേക്ക് നിങ്ങൾക്കിന്ന് നിങ്ങളൊരു കൂലിപ്പണിക്കാരനാണോ, സപ്പോസ് നിങ്ങൾക്ക് ഇന്ന് 900 രൂപ കൂലി കിട്ടി, 90 രൂപ നിങ്ങൾ ഈ ജാറിലിടണം. എല്ലാ മാസവും ഈ ജാറ് നിങ്ങൾ തുറക്കണം, നിങ്ങൾ ചിലവാക്കണം. ഇതിങ്ങനെ കൂട്ടി വെക്കണ്ട ഇപ്പോൾ. കാരണം എന്താണെന്നറിയോ, ഓരോ മാസവും നിങ്ങൾ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ആവറേജ് ഡെയിലി 900 രൂപ കൂലിയുണ്ട്, നിങ്ങൾക്ക് 20 ദിവസം പണി കിട്ടി.